ഇന്ത്യക്കെതിരെ ടെറർ ഫണ്ട് ചെയ്യുന്ന വലിയ ഗ്രൂപ്പുണ്ട്. അപ്പൊ അവരെ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സും ഇന്ത്യ താൽക്കാലികമായിട്ട് നിർത്തുകയാണ്. അതായത് രണ്ട് രീതിയിൽ നമ്മൾ ചൈനയോട് സറണ്ടർ ചെയ്തു. അതായത് ബലൂച്ച് ഓപ്പറേഷൻ, ഈ പാകിസ്ഥാനിൽ ഇന്ത്യൻ ടെററിസ്റ്റുകൾ പോയിട്ട് അവിടെ ജീവിക്കുന്നതിന് നമ്മൾ രണ്ട് ഓപ്പറേഷൻസും നമ്മൾ താൽക്കാലികമായിട്ട് പോസ് ചെയ്യുവാണ്, ചൈനയുമായിട്ടുള്ള ബന്ധം കൂട്ടുവാൻ. ഇനി ട്രേഡിന്റെ കാര്യത്തിലോട്ട് വരാം. നിങ്ങൾക്കറിയാം, ഈ ഗാൽവാൻ ഇഷ്യൂവും ഡോക്ലാം ഇഷ്യൂവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സ്റ്റാൻഡ് ഓഫുമായിട്ട് ബന്ധപ്പെട്ട് പല ചൈനീസിന്റെ IT, പല വെബ് ബ്രൗസർ ആണെങ്കിലും ടിക്ടോക്ക് ആണെങ്കിലും അങ്ങനെ പലതും. ടിക്ടോക്ക് ഇപ്പോൾ ചൈനയിൽ നിന്ന് മാറി, അത് അമേരിക്കയിൽ അവർ വിൽക്കാൻ പോവുകയാണ്. ഇവരൊക്കെ വീണ്ടും ഇന്ത്യയിലോട്ട് വരികയാണ്. അതേപോലെ ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലോട്ട് തുടങ്ങാൻ പോവുകയാണ്. അതേപോലെ തന്നെ അമേരിക്കയ്ക്ക് എത്രമാത്രമാണ് ടാരിഫിൽ അവിടുത്തെ കാറുകൾക്ക് ഇന്ത്യൻ മാർക്കറ്റ് കൊടുക്കുന്ന അതേ ടാരിഫിലായിരിക്കണം ചൈനീസ് കാറുകളുടെയും പ്രശ്നം ചൈന പറഞ്ഞു കഴിഞ്ഞു. അതല്ല എങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് കാറുകൾക്ക്, അതായത് ഇന്ത്യൻ കമ്പനികൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് കാറുകൾക്ക് ചൈനയിൽ നിന്നും വരാനുള്ള റെയർ എർത്ത് മാഗ്നറ്റ് അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു പറ. അങ്ങനെ വരുവാണെങ്കിൽ ഇന്ത്യയിലെ കാറിന്റെ പരിപാടി നടക്കത്തില്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോൾ ഒരു ഇന്ത്യയുടെ ഒരു കാർ ഉണ്ടാക്കുവാണെങ്കിൽ അതിൻ്റെ ഏകദേശം 50% സംഭവങ്ങളും ഈ ചൈനയിൽ നിന്നാണ് വരുന്നത്.